അടുത്തത് ഫെർട്ടിലൈസേഷൻ. സോ നമ്മൾ ആദ്യമേ റീപ്രൊഡക്റ്റീവ് ഇവൻറ്റുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞിരുന്നു. സോ സ്പേമും ഓവത്തിൻ്റെ ഫ്യൂഷനെയാണ് നമ്മൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. സോ അതിൻ്റെ പാസേജ്, ഫെർട്ടിലൈസേഷൻ നടക്കുന്ന എല്ലാ പാസേജുകളും നമ്മൾ പറയുകയാണ്. സോ ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സ് അഥവാ കോപ്പുലേഷൻ സമയത്ത് നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് പെനിസ് റിലീസ് ചെയ്യുന്ന സെമൻ. സോ സെമൻ റിലീസ്ഡ് ബൈ ദ പെനിസ് ഡ്യൂറിങ് ഇൻ്റർകോഴ്സ് അല്ലെങ്കിൽ കോപ്പുലേഷൻ അത് വജൈനയിലേക്ക് ട്രാൻസ്ഫർ ആവും. സോ ആ ട്രാൻസ്ഫറിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ഫർ ഓഫ് മെയിൽ ഗാമേറ്റ് ഇൻ ടു ദ ഫീമെയിൽ ജെനിറ്റൽ ട്രാക്ട്. നമ്മൾ ആദ്യം പറഞ്ഞത് അതിനെ വിളിക്കുന്ന പേരാണ് ഇൻസെമിനേഷൻ. സോ ഫെർട്ടിലൈസേഷന് വേണ്ടി ആദ്യം ഇൻ്റർകോഴ്സ് അല്ലെങ്കിൽ കോപ്പുലേഷൻ നടക്കുമ്പോൾ പെനിസ് ഡിസ്ചാർജ് ചെയ്യുന്ന സെമൻ, സ്പേമും അതിൻ്റെ സെക്രീഷൻസൊക്കെ കൂടിയുള്ള സെമൻ വെജൈനയിലേക്ക് ഇൻസെർട്ടഡ് ആണ്. ആ പ്രോസസ്സാണ് ഇൻസെമിനേഷൻ. വെജൈനയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ പാസേജ് എവിടേക്കാണ്? സോ വൺസ് വെജൈനയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ സ്പേമിൻ്റെ പാസേജ്. സോ മൊട്ടൈലായിരിക്കും നമ്മൾ പറഞ്ഞു. എഗ്ഗ് നോൺ മൊട്ടൈലാണെങ്കിൽ സ്പേം മൊട്ടൈലാണ്. സോ മൊട്ടൈലായുള്ള ആക്റ്റീവ്ലി വിഗറസ് ആയിട്ടുള്ള സ്പേമുകൾ. അപ്പോൾ 60% നല്ല നോർമൽ ഷേപ്പ് ആൻഡ് സൈസ് ഉണ്ടാവണം എന്ന് പറഞ്ഞു സ്പേമുകളിൽ. 40% നല്ല വിഗറസ് മോട്ടിലിറ്റി ഉണ്ടാവണം സ്പേമിലെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള മില്യൺസ് ഓഫ് സ്പേമിൽ മൊട്ടൈലായുള്ള സ്പേമുകളൊക്കെ വെജൈനയിൽ എത്തിക്കഴിഞ്ഞാൽ, വൺസ് വെജൈനയിൽ എത്തിക്കഴിഞ്ഞാൽ ആ മൊട്ടൈൽ സ്പേം സെർവിക്സിലേക്ക് പാസ് ചെയ്യുന്നു. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിൽ സെർവിക്സിൽ നിന്ന് യൂട്രസിലേക്ക് എത്തുന്നു. സോ ത്രൂ വെജൈന അത് സെർവിക്സിലൂടെ മൂവ് ചെയ്ത് പിന്നെ അത് യൂട്രസിലെത്തുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു യൂട്രസിൽ നിന്ന് പിന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് ഫെലോപ്പിയൻ ട്യൂബ് അഥവാ നമ്മൾ ഓവിഡക്റ്റ് എന്ന് പറഞ്ഞിരുന്നു. സോ യൂട്രസിൽ നിന്ന് പിന്നെ അത് മൂവ് ചെയ്യുന്നത് ആ ഫെലോപ്പിയൻ ട്യൂബിലെ ഒരു പെർട്ടിക്കുലർ പാർട്ടിലാണ്. ആ പാർട്ടാണ് ആംപ്യുള ഇസ്തുമസ് ജംഗ്ഷൻ. നമ്മൾ 3 പാർട്ടുകൾ ഫെലോപ്പിയൻ ട്യൂബിൻ്റെ പറഞ്ഞു. അതിൽ ആംപ്യുള ഇസ്തുമസിൻ്റെ ജംഗ്ഷനിലാണ് ആ സ്പേം പിന്നെ എത്തുന്നത്. സോ ഫെലോപ്പിയൻ ട്യൂബ് അഥവാ ഓവിഡക്റ്റിൻ്റെ ആംപ്യുള ഇസ്തുമസ് ജംഗ്ഷനിലാണ് ആ സ്പേംസ് എത്തുന്നത്. സോ നമ്മുടെ വെജൈനയിൽ എത്തിക്കഴിഞ്ഞാൽ ഇൻസെമിനേഷൻ വഴി വെജൈനയിൽ എത്തിക്കഴിഞ്ഞാൽ അത് ആ മൊട്ടൈലസ് സെർവിക്സ് വഴി യൂട്രസിലെത്തി. യൂട്രസിൽ നിന്ന് പിന്നെ ഓവിഡക്റ്റിൻ്റെ ആംപ്യുള ഇസ്തുമസ് ജംഗ്ഷനിലെത്തുന്നു. അവിടെ വെച്ച് ഫെർട്ടിലൈസേഷൻ നടക്കും. പക്ഷേ അവിടെ വെച്ച് ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ അതേസമയം ഓവം റിലീസ് ചെയ്തിട്ടുണ്ടാവണം. സോ ഓവറി നിന്ന് റിലീസ് ചെയ്ത ഓവം ഇതേ ആംപ്യുള ഇസ്തുമസ് ജംഗ്ഷനിലേക്ക് നമ്മൾ ഫിംബ്രിയെ കളക്ട് ചെയ്ത് ആംപ്യുള ഇസ്തുമസ് ജംഗ്ഷൻ ഓഫ് ഫെലോപ്പിയൻ ട്യൂബിലെത്തുന്നു. അപ്പോൾ സൈമൾട്ടേനിയസ് ആയിട്ട് ഒരേ സമയം നമ്മുടെ ഓവവും സ്പേമും തമ്മിൽ മീറ്റ് ചെയ്യാനിടയായാൽ അവിടെ എന്ത് നടക്കുന്നു? ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. ഫെർട്ടിലൈസേഷൻ നടക്കുന്ന ആ പെർട്ടിക്കുലർ പോയിൻ്റാണ് ആംപ്യുള ഇസ്തുമസ് ജംഗ്ഷൻ. എന്താണ് ആംപ്യുള ഇസ്തുമസ്? ആ ഫെലോപ്പിയൻ ട്യൂബിൻ്റെ ആംപ്യുള ഇസ്തുമസ് ജംഗ്ഷനാണ്. അവിടെ വെച്ച് മാത്രമേ ഫെർട്ടിലൈസേഷൻ നടക്കുള്ളൂ. സോ സൈമൾട്ടേനിയസ് ആയിട്ട് ഓവറിൽ നിന്ന് ഓവും സ്പേമും ആംപ്യുള ഇസ്തുമസ് ജംഗ്ഷൻ ഫെലോപ്പിയൻ ട്യൂബിൻ്റെ ആംപ്യുള ഇസ്തുമസ് ജംഗ്ഷനിൽ വരികയാണെങ്കിൽ മാത്രമേ ഫെർട്ടിലൈസേഷൻ നടക്കുകയുള്ളൂ. ഇനി നോക്കുകയാണെങ്കിൽ പിന്നെ വൺസ് ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ഫ്യൂഷൻ ഓഫ് സ്പേം ആൻഡ് ഓവത്തിനെയാണ് നമ്മൾ ഫെർട്ടിലൈസേഷൻ. സോ വൺസ് സ്പേം ആൻഡ് ഓവം ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഫെർട്ടിലൈസേഷൻ. അപ്പോൾ നമ്മൾ ഒരിക്കൽ കൂടി പറയാം. ഇനി ഫെർട്ടിലൈസേഷൻ നടക്കുന്നതിന് മുമ്പ് നമ്മൾ പാസേജ് പറഞ്ഞു. സോ സ്പേം നമ്മുടെ ഓവം വരെ എത്തണ പാസേജ് പറഞ്ഞു. ബട്ട് ഓവത്തിലേക്ക് അങ്ങനെ ഡയറക്റ്റ് കയറാൻ പറ്റില്ല. സോ ഈ മില്യൺസ് ഓഫ് സ്പേമുകളിൽ 60 നോർമൽ സൈസ് ഷേപ്പുള്ള 60% സ്പേം അല്ലെങ്കിൽ 40% വിഗറസ് മോട്ടിലിറ്റിയുള്ള ആ സ്പേമുകളിൽ ഓവത്തിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ ഓവത്തിന് നമ്മൾ പറഞ്ഞു 4 എൻവലപ്പുകളുണ്ട്. അതിൽ ആ മെയിനായിട്ടുള്ള സോണ പെല്യൂസിഡ എന്ന് പറഞ്ഞ ലെയറിനെ അത് പെനിട്രേറ്റ് ചെയ്ത് ഉള്ളിൽ കയറണം. സോ അതിൻ്റെ ഭാഗമായിട്ട് സ്പേം ആദ്യമായിട്ട് ഫെർട്ടിലൈസേഷന് വൺസ് ഓവത്തിൻ്റെ അടുത്ത് എത്തി കഴിഞ്ഞാൽ ആ സ്പേമുകളൊക്കെ എന്ത് ചെയ്യും? സ്പേം കോണ്ടാക്ട് വിത്ത് സോണ പെല്യൂസിഡ ലെയർ ഓഫ് ഓവ്. സോ ഓവത്തിൻ്റെ സോണ പെല്യൂസിഡ ലെയറുമായിട്ട് കോണ്ടാക്റ്റിലാവും. ഇത്രയും മില്യൺസ് ഓഫ് സ്പേമുകളിൽ അത്രയും എല്ലാ സ്പേമുകളും കൂടി ഈ ഓവത്തിന് ചുറ്റുമുള്ള സോണ പെല്യൂസിഡ ലെയറായിട്ട് കോണ്ടാക്ട് ചെയ്യും. അതിൽ വൺസ് ഏതെങ്കിലും ഒരു സ്പേം അത് കോണ്ടാക്ട് ചെയ്ത് അപ്പോൾ ഈ സ്പേമും ഓവൻ തമ്മിലുള്ള ഒരു റിയാക്ഷൻസാണ്. സ്പേമിൽ നമ്മൾ പറയുന്നത് അതിൻ്റെ ഹെഡിൽ എക്രോസോം ക്യാപ്ലൈക് സ്ട്രക്ചറിൽ എക്രോസോമുണ്ട്. എക്രോസോമിൽ ഒരുപാട് ഹൈഡ്രോളിറ്റിക് ആയിട്ടുള്ള എൻസൈമുകളുണ്ട്. ആ എക്രോസോം പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈമാണ് ആൻറ്റി ഫെർട്ടിലിൻ കുറേ എൻസൈം അതിൽ മെയിനായിട്ടുള്ള ആൻറ്റി ഫെർട്ടിലിൻ എന്ന് പറഞ്ഞാൽ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതേസമയം നമ്മുടെ ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫെർട്ടിലിൻ എന്ന് പറഞ്ഞതാണ്. സോ സത്യം പറയുകയാണെങ്കിൽ ആൻറ്റി ഫെർട്ടിലിൻ ആൻഡ് ഫെർട്ടിലിൻ
തമ്മിലുള്ള റിയാക്ഷനാണ് സ്പേം ആൻഡ് ഓവം റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഫ്യൂഷൻ എന്ന് പറയുന്നത്. സോ ആൻറ്റി ഫെർട്ടിലിൻ ആൻഡ് ഫെർട്ടിലിൻ. സോ നമ്മുടെ സ്പേം ഓവത്തിൻ്റെ സോണ പെല്യൂസിഡ ലെയറിൽ വന്ന് കോണ്ടാക്റ്റ് ആവുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ആ സോണ പെല്യൂസിഡ അല്ലെങ്കിൽ ഓവത്തിൻ്റെ അവിടെ ലെയറിൽ ഒരുപാട് ചേഞ്ചസ്, ആ മെംബ്രെയിനിൽ, അതിൻ്റെ മെംബ്രെയിനിൽ ഒരുപാട് ചേഞ്ചസ് ഇൻഡ്യൂസസ്, ഒരുപാട് സ്പേമുകൾ വന്ന് കോണ്ടാക്ട് ആകുമ്പോൾ ആർക്കാണോ പറ്റുന്നത് വെച്ചാൽ അവരിൽ ഇൻഡ്യൂസസ് ചേഞ്ചസ് ഇൻ ദ മെംബ്രെയിൻ. സോ ഓവത്തിൻ്റെ മെംബ്രെയിനിൽ ചേഞ്ചസ് വരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ബ്ലോക്ക് എൻട്രി ഓഫ് അഡീഷണൽ സ്പേം. ഏതെങ്കിലും ഒരു സ്പേം അതിൻ്റെ ഈ സോണ പെല്യൂസിഡ ലെയറിനെ പെനിട്രേറ്റ് ചെയ്ത് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ആ മെംബ്രെയിൻ, ഓവത്തിൻ്റെ എൻവലപ്പിൽ ആ മെംബ്രെയിൻ ഓട്ടോമാറ്റിക്കലി ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കും. ആ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ട് ഇനി ഒരു സ്പേമിനും ഉള്ളിൽ കയറാൻ പറ്റില്ല. അതാണ് ബ്ലോക്ക് അഡീഷണൽ എൻട്രി ഓഫ് സ്പേം. ഒരു സ്പേം മാത്രമേ ഓവത്തിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പാടുള്ളൂ. അതാണ് പറയുന്നത് ഇറ്റ് എൻഷുവേഴ്സ് ഓൺലി വൺ സ്പേം ഫെർട്ടിലൈസ് ആൻ ഓവം. ഒരു ഓവത്തിനെ ഫെർട്ടിലൈസ് ചെയ്യാൻ ഒരു സ്പേം മാത്രമേ വരാവൂ. അതാണ് അതിൻ്റെ ഒരു ഗ്യാരണ്ടി. സോ അഡീഷണൽ സ്പേം നമ്മൾ പോളിസ്പേമി തന്നെ ഒരുപാട് സ്പേമുകൾ. പോളിസ്പേമി പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി വൺസ് ഒരു സ്പേം ഓവത്തിൻ്റെ ഉള്ളിൽ ആ സോണ പെല്യൂസിഡ ലെയറിനെ പെനിട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഓവത്തിൻ്റെ ആ മെംബ്രെയിൻ ബ്ലോക്ക് ചെയ്യും, അഡീഷണൽ സ്പേമുകളെ ബ്ലോക്ക് ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ചേഞ്ചസുകൾ ആ മെംബ്രെയിനിൽ ഉണ്ടാവും. സോ പിന്നീട് ഒറ്റ സ്പേമിനും ആ സോണ പെല്യൂസിഡ അല്ലെങ്കിൽ ആ ലെയറിൻ്റെ ഉള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു സ്പേം കയറി കഴിഞ്ഞാൽ വേറെ ഒറ്റ സ്പേമിനും കയറാൻ പറ്റില്ല. അതെങ്ങനെയാണ്? ഇൻഡ്യൂസസ് ചേഞ്ചസ് ഇൻ ദ മെംബ്രെയിൻ. ഒരു സ്പേം കയറി കഴിഞ്ഞാൽ ആ മെംബ്രെയിനിൽ ഒരുപാട് ചേഞ്ചസ് വരും. അതിൻ്റെ ഭാഗമായി എൻട്രി ഓഫ് അഡീഷണൽ സ്പേമിനെ ബ്ലോക്ക് ചെയ്യും. അതെന്താണ് നമുക്ക് എൻഷുർ ചെയ്യേണ്ടത്? എൻഷുർ ഓൺലി വൺ സ്പേം ഫെർട്ടിലൈസ് ആവും. ഒരു ഓവത്തിനെ ഫെർട്ടിലൈസ് ചെയ്യാൻ ഒരു സ്പേം മാത്രം മതി എന്ന് ഒരു ഗ്യാരണ്ടി എൻഷുർ ചെയ്യാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ് ഇതിനെ സഹായിക്കുന്നത് സ്പേമിൻ്റെ ആ കാപ്ലക് സ്ട്രക്ചറായുള്ള എക്രോസോമിൽ എന്തുണ്ട്? ആൻറ്റി ഫെർട്ടിലൈൻ ഉണ്ട്. സോ സെക്രീഷൻസ് ഓഫ് എക്രോസോം ഹെൽപ്പ് ദ സ്പേം. സോ ഈ സ്പേമിനെ ഈ സോണ പെല്യൂസിഡ എന്ന് പറഞ്ഞ ലെയറിൽ പെനിട്രേറ്റ് ചെയ്ത് ഓവത്തിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ സഹായിക്കുന്നത് ആ എക്രോസോമിലുള്ള ഹൈഡ്രോലൈറ്റിക് ആയിട്ടുള്ള എൻസൈമുകളാണ്. ഫോർ എക്സാമ്പിൾ ആൻറ്റി ഫെർട്ടിലിൻ പോലത്തെ എൻസൈമുകൾ എന്ത് ചെയ്യണു? നമ്മുടെ സോണ പെല്യൂസിഡ ലെയർ, പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള പ്ലാസ്മ മെമ്പറൈൻ, ഈ ലെയറിനെയൊക്കെ പെനിട്രേറ്റ് ചെയ്ത് ഉള്ളിൽ സൈറ്റോപ്ലാസം, ഓവത്തിൻ്റെ സൈറ്റോപ്ലാസത്തിലേക്ക് എൻട്രിക്ക് സഹായിക്കുന്നു. സോ അതിൻ്റെ ഭാഗമായിട്ട് എന്തുണ്ടാകുന്നു? വൺസ് ഒരു സ്പേം ഓവത്തിൻ്റെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ, ഓവത്തിൻ്റെ ഉള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അഡീഷണൽ സ്പേമുകളൊന്നും വരില്ല. അതുപോലെ തന്നെ വൺസ് ഒരു സ്പേം ഓവത്തിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ മാത്രം, ഓവത്തിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്താൽ മാത്രമേ അതിൻ്റെ മിയോസിസ് കംപ്ലീറ്റ് ചെയ്യുള്ളൂ. മിയോസിസ് 2 എന്താ പറയുക സ്റ്റോപ്പ് ചെയ്ത് വെച്ചൊക്കെ ആയിരുന്നു. അത് അറസ്റ്റ് ചെയ്തത് കംപ്ലീറ്റ് ചെയ്യണത് എപ്പോൾ ഒരു സ്പേം ഓവത്തിൻ്റെ ഉള്ളിലേക്ക് സോണ പെല്യൂസിഡ ലെയർ കളഞ്ഞ് അല്ലെങ്കിൽ ആ സോണ പെല്യൂസിഡ ലെയറിലൂടെ പെനിട്രേറ്റ് ചെയ്ത് ഓവത്തിനുള്ളിൽ എത്തുന്നു, അപ്പം മാത്രമാണ് ഇൻഡ്യൂസസ് മിയോസിസ് 2ൻ്റെ കംപ്ലീഷൻ. അപ്പോൾ മിയോസിസ് 2ന് മുമ്പായിട്ട് അവിടെ സെക്കൻഡറി oocyte ആയിട്ടാണ് ഓവുലേഷൻ സമയത്ത് അത് പുറത്തേക്ക് വന്നത്. ആ സെക്കൻഡറി oocyteലേക്കാണ് നമ്മുടെ സ്പേം ഉള്ളിലേക്ക് കയറുക. സ്പേം എങ്ങനെയാണ്? അതിൻ്റെ സ്പേമിൻ്റെ ഹെഡിലുള്ള എക്രോസോമിലുള്ള ആൻറ്റി ഫെർട്ടിലിൻ പോലത്തെ എൻസൈമിൻ്റെ ഹൈഡ്രോളിറ്റിക് ആയിട്ടുള്ള എൻസൈമിൻ്റെ സഹായത്തോടു കൂടി ആ സോണ പെല്യൂസിഡ ലെയറിനെ പെനിട്രേറ്റ് ചെയ്ത് ഉള്ളിലേക്ക് എത്തും. വൺസ് ഉള്ളിലേക്ക് സ്പേം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? അവിടെ സെക്കൻഡറി oocyte ആയിട്ട് നിൽക്കുന്ന ഓവത്തിൻ്റെ മിയോസിസ് 2 കംപ്ലീറ്റ് ചെയ്യുന്നു. സോ കംപ്ലീഷൻ ഓഫ് സെക്കൻഡറി oocyteൻ്റെ മിയോസിസ് 2 കംപ്ലീറ്റ് ചെയ്യുന്നു. മിയോസിസ് 2 കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വീണ്ടും ആ മിയോട്ടിക് ഡിവിഷൻ അൺഈക്വലായിരുന്നു. സോ മിയോസിസ് 2 മിയോസിസ് 1നെ പോലെ തന്നെ. സോ മിയോസിസ് 1 കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു സെക്കൻഡറി oocyte ഉണ്ടാവുന്നു, ഒരു പോളാർ ബോഡി. സെക്കൻഡറി oocyte ഒരു ലാർജാണ്, പോളാർ ബോഡി ഒരു ചെറുതാണെന്നും പറഞ്ഞു. ഇതേപോലെ തന്നെ നമ്മുടെ മിയോസിസ് 2 സെക്കൻഡറി oocyteൽ മിയോസിസ് 2 കഴിഞ്ഞാലും എന്ത് സംഭവിക്കുന്നു? അൺഈക്വൽ മിയോസിസ് 2 ആണ് സംഭവിക്കുന്നത്, അൺഈക്വൽ ഡിവിഷനാണ്. അപ്പോൾ ഒരു ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഓവം അഥവാ ഊട്ടിഡായിട്ട് മാറുന്നു. പിന്നീട് ഒരു സെക്കൻഡ് പോളാർ ബോഡി ഉണ്ട്. സോ അൺഈക്വൽ ഡിവിഷൻ്റെ ഭാഗമായിട്ട് മിയോസിസ് 2 കഴിയുമ്പോൾ ഹാപ്ലോയിഡ് ആവും, ഊട്ടിഡ് ഉണ്ടാവുന്നു. അതുപോലെ സെക്കൻഡ് പോളാർ ബോഡിയാണ്. പോളാർ ബോഡീസൊക്കെ പിന്നീട് ഡീജനറേറ്റ് ചെയ്യും നമ്മൾ പറഞ്ഞു. ഇതാണ് ഫെർട്ടിലൈസേഷനിൽ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ മിയോസിസ് 2 സെക്കൻഡറി oocyteൻ്റെ മിയോസിസ് 2 കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അതെന്തായി? ഹാപ്ലോയിഡ് ഓവം അഥവാ ഓട്ടിഡായിട്ട് മാറുന്നു. ഓവമാണ് എന്താ പറയുക ട്രാൻസ്ഫോം ചെയ്ത് ഓട്ടിഡായിട്ട് മാറും. സോ ഈ ഹാപ്ലോയിഡ് ന്യൂക്ലിയസ്, സ്പേമിൻ്റെ ഹാപ്ലോയിഡ് ന്യൂക്ലിയസും ഓവത്തിൻ്റെ ഹാപ്ലോയിഡ് ന്യൂക്ലിയസും NN
N ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഓഫ് സ്പേം ആൻഡ് N ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഓഫ് ഓം രണ്ടും കൂടി ഫ്യൂസ് ചെയ്യുന്നു. അതാണല്ലോ ഫെർട്ടിലൈസേഷൻ. സോ ആ ഫ്യൂഷൻ്റെ ഭാഗമായിട്ട് എന്തുണ്ടാവുന്നു? ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് N ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഓഫ് സ്പേം ആൻഡ് N അതായത് ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഓവം കൊണ്ട് ഫ്യൂസ് ചെയ്ത് ഡിപ്ലോയിഡ് 2N കണ്ടീഷൻ 2N ക്രോമസോം കണ്ടീഷനിലുള്ള സൈഗോട്ട് ഉണ്ടാവണു. അതായത് 2N ആണ് ഡിപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ സൈഗോട്ടിൽ വീണ്ടും ക്രോമസോം നമ്പർ മെയിൻറ്റെയിൻ ചെയ്യുന്നു. രണ്ട് ഹാപ്ലോയിഡ് ആയിട്ടുള്ള മെയിലിനും ഫീമെയിലും ഗാമറ്റുകൾ സ്പേമിൻ്റെയും ഓവത്തിൻ്റെയും മെയിൽ ആൻഡ് ഫീമെയിൽ ന്യൂക്ലിയസുകൾ ഫ്യൂസ് ചെയ്തിട്ട് രണ്ട് ഹാപ്ലോയിഡ് ഫ്യൂസ് ചെയ്തിട്ട് ഡിപ്ലോയിഡ് കണ്ടീഷനിലുള്ള സൈഗോട്ട് ഉണ്ടാവുന്നു. സോ 2N അഥവാ 46 നമ്പർ ഓഫ് ക്രോമസോം റീഗെയിൻ ചെയ്യാണ്. സൈഗോട്ടിൻ്റെ ക്രോമസോം കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചാൽ എത്രയായിരിക്കും? 46 ആണ്. സോ ഫെർട്ടിലൈസേഷനിൽ ഇത്രയേ സംഭവിക്കുന്നുള്ളൂ. പെനിസ് റിലീസ് ചെയ്യുന്ന സെമൻ വെജൈനയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇൻസെമിനേഷൻ. വൺസ് അത് വെജൈനയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ മൊട്ടൈലുള്ള സ്പേംസ് സെർവിക്സ് വഴി യൂട്രസിലെത്തുന്നു. അതിനുശേഷം യൂട്രസിൽ നിന്ന് ഫെല്ലോപ്പിയൻ ട്യൂബിലെത്തുന്നു. ഫെല്ലോപ്പിയൻ ട്യൂബിലെ ആംപ്യുള ഇസ്തമസ് ജംഗ്ഷനിലേക്കാണ് അത് പാസ് ചെയ്തെത്തുന്നത്. അതേസമയം തന്നെ നമ്മുടെ ഓവറിയിൽ നിന്ന് സെക്കൻഡറി oocyte ഓവം റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇൻ കേസ് 14th ഡേ റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സൈമൾട്ടേനിയസ് ആയിട്ട് ഓവം റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടും ഓവവും സ്പേമും ഇതേപോലെ ഓവം എവിടെ തന്നെയാണ് റീച്ച് ചെയ്യുന്നത്? ഫിംബ്രിയെ കളക്ട് ചെയ്ത് അതിനെ ആംപ്യുള ഇസ്തമസ് ജംഗ്ഷനിൽ കൊണ്ടെത്തിക്കുന്നു. സോ ഒരേ സമയം ഓവവും സ്പേമും മീറ്റ് ചെയ്യാനിടയായാൽ അവിടെ എന്ത് നടക്കുന്നു? ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. അപ്പോൾ ഹാപ്ലോയിഡ് ആയിട്ടുള്ള നമ്മുടെ സ്പേമും ഓവത്തിൻ്റെ ഫ്യൂഷനെയാണ് നമ്മൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നു. അതിൻ്റെ ഭാഗമായിട്ട് സ്പേം എപ്പോൾ ഓവത്തിൻ്റെ അടുത്തേക്ക് വരുന്നു, സോ ഓവത്തിന് ചുറ്റുമുള്ള ആ ലെയറായ സോണ പെല്യൂസിഡ ലെയറിൽ ആണ് കോണ്ടാക്ട് ചെയ്യുന്നത്. സോ സോണ പെല്യൂസിഡ ലെയറിൽ ഒരു സ്പേം പെനിട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ മെംബ്രെയിൻ ഓവത്തിൻ്റെ മെംബ്രെയിനിൽ ചേഞ്ചസ് വരുന്നു. അഡീഷണൽ അല്ലെങ്കിൽ എൻട്രി ഓഫ് മോർ നമ്പർ ഓഫ് സ്പേമിനെ ഉള്ളിലേക്ക് അകത്തേക്ക് കയറ്റാനായിട്ട് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ മെംബ്രെയിനിൽ ചേഞ്ചസ് വരും. സോ ഒരു സ്പേം മാത്രമേ ഓവത്തിനെ ഫെർട്ടിലൈസ് ചെയ്യുള്ളൂ എന്നുള്ള ഒരു എൻഷുറാണ് അത് കൊടുക്കുന്നത്. അപ്പോൾ അഡീഷണൽ സ്പേംസിനെ ബ്ലോക്ക് ചെയ്യുന്നു. സോ ഇതിന് സഹായിക്കുന്നത് നമ്മുടെ സ്പേമിൻ്റെ ഹെഡിലുള്ള കാപ്ലക് സ്ട്രക്ചറിലുള്ള എക്രോസോമിലുള്ള എൻസൈമുകളാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മുടെ സ്പേമിൻ്റെ ഹെഡിലുള്ള എക്രോസോമൽ സ്ട്രക്ചറാണ് ആൻറ്റി ഫെർട്ടിൽ. അതേസമയം ഓവർ സെക്രീറ്റ് ചെയ്യുന്നതാണ് ഫെർട്ടിൽ. സോ ഈ ഫെർട്ടിലിൻ ആൻറ്റി ഫെർട്ടിലിൻ റിയാക്ഷൻ നടക്കുന്നതിന് ഭാഗമായിട്ട് അത് സോണ പെല്യൂസിഡ ലെയർ കഴിഞ്ഞ് പ്ലാസ്മ മെംബ്രെയിൻ കഴിഞ്ഞ് ഓവത്തിൻ്റെ സൈറ്റോപ്ലാസത്തിലെത്തുന്നു. വൺസ് ആ സ്പേം ഇതിൻ്റെ സൈറ്റോപ്ലാസത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള ഓവത്തിൻ്റെ ഉള്ളിലുള്ള എന്തായിരുന്നു നമ്മുടെ സെക്കൻഡറി oocyteൻ്റെ മിയോസിസ് 2 കംപ്ലീറ്റ് ചെയ്ത് മിയോട്ടിക് ഡിവിഷനിൽ രണ്ട് അൺഈക്വൽ ഉണ്ടാവുന്ന സെൽസുകൾ ഉണ്ടാകുന്ന, ഒന്ന് ഹാപ്ലോയിഡ് ഓവം അഥവാ ഒട്ടിഡ്, പിന്നീട് സെക്കൻഡ് പോളാർ ബോഡീസ് ഡീജനറേറ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഓഫ് സ്പേമും ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഓവം തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട് കമ്പൈൻ ചെയ്ത് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് 2N ക്രോമസോം കണ്ടീഷൻ റീഗെയിൻ ചെയ്യുന്നു. അപ്പോൾ സൈഗോട്ടിൻ്റെ ക്രോമസോം നമ്പർ എത്രയാണ്? 46 ആണ്. ഇതാണ് ഫെർട്ടിലൈസേഷൻ. സോ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് അടുത്തത് നടക്കാൻ പോകുന്നതാണ് ഇംപ്ലാന്റേഷൻ.